മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസകൾ. ഈ വർഷം എല്ലാവർക്കും നല്ലതാവട്ടെ. പിന്നെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ കേട്ടോ. പിന്നെ ഹാപ്പി ന്യൂ ഇയർ ഒന്നും കൂടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫ്രഷേഴ്സിനുള്ളൊരു ഇൻ്റർവ്യൂ ടിപ്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു നെർവസ്നെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, സാമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒക്കെ റീസർച്ച് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇൻ്റർവ്യൂ ടിപ്സ് ഒരു വീഡിയോ കൂടി കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കണ്ടു നോക്കുക. അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ആണ് കേട്ടോ. ഇത് എല്ലാ ഇന്റർവ്യൂവിലും ഏത് ഫീൽഡിൽ നിന്ന് ആയിക്കോട്ടെ, ഫ്രഷർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ്ഡ് ആയിക്കോട്ടെ, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഫ്രഷേഴ്സിന് ഞാനൊരു സാമ്പിൾ ആൻസർ ഞാൻ ഫ്രഷേഴ്സിന് പറഞ്ഞുതരാം. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദി ഓപ്പർച്യൂണിറ്റി. മൈ നെയിം ഇസ് ആതിര. ഐ എം ഒറിജിനലി ഫ്രം കേരള ബട്ട് ഐ എം സെറ്റിൽഡ് ഇൻ മുംബൈ. ഐ ഹവ് റീസെൻ്റ്ലി കംപ്ലീറ്റഡ് മൈ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ പറയാം. ഫ്രോം നിങ്ങളുടെ കോളേജിൻ്റെ പേരോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേരോ. ഓക്കെ, I have a strong interest in this field and during my academic period I gained basic knowledge of നിങ്ങളുടെ ഏത് ജോബ് റോൾ ആണോ അതിൻ്റെ ആ സ്കില്ലിൻ്റെ 1-2 എക്സാമ്പിൾസ് പറയാം. പിന്നെ നിങ്ങൾ ഫ്രഷർ ആയതുകൊണ്ട് ഈ ഒരു ലൈൻ കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. I am a quick learner and I am looking for an opportunity to grow my skills and contribute to the company. My hobbies include drawing and painting. ഇതെന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ ആഡ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അധികം ലെങ്തി ആക്കേണ്ട ആവശ്യമില്ല. ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കിയിട്ട് പോയിന്റ് ടു പോയിന്റ് വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ ഫോർ ഫ്രഷേഴ്സ്. ഇനി നമുക്ക് അറൌണ്ട് ഒരു 1-2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എങ്ങനെ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് പറയാം എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മൈ നെയിം ഇസ് ടട്ട ആൻഡ് ഐ ഹാവ് അറൌണ്ട് 2 years or 1 year ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്. ഐ കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT, ഏതാ ഫീൽഡ് വെച്ചാൽ ഫ്രം യൂണിവേഴ്സിറ്റി നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൻ്റെ പേര് ഇൻ 2024 ദ ഇയർ. കറൻ്റ്ലി ഐ എം വർക്കിംഗ് അറ്റ് കമ്പനിയുടെ പേര് പറയും. ഇൻ മൈ കറൻറ്റ് റോൾ ഐ എം വർക്കിംഗ് ഓൺ നിങ്ങളുടെ എന്തൊക്കെ ഡെയിലി ടാസ്ക് എന്നുണ്ടെങ്കിൽ അതൊന്ന് ലിസ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഐ ഹാവ് ഗെയിൻഡ് എക്സ്പീരിയൻസ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ നിങ്ങൾ ഏതെങ്കിലും ടൂൾസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് സ്കില്ലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ ഹൈലൈറ്റ് ചെയ്യണം. ഐ എൻജോയ് ലേണിംഗ് ന്യൂ തിങ്സ് ആൻഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. ഐ എം നൗ ലുക്കിംഗ് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി വെർ ഐ ക്യാൻ ഗ്രോ മൈ സ്കിൽസ്, കോൺട്രിബ്യൂട്ട് ടു ദ ടീം ആൻഡ് ടേക്ക് ഓൺ മോർ ചാലഞ്ചസ്. ഐ ബിലീവ് ദിസ് റോൾ മാച്ചസ് മൈ എക്സ്പീരിയൻസ് ആൻഡ് കരിയർ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ടായിട്ട് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു ഫ്രെയിം ചെയ്തിട്ട് ഒരു കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് പറയാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജനറലി ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ ഷുഡ് വി ഹയർ യു എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. യു ഷുഡ് ഹയർ മീ ബിക്കോസ് ഐ എം ഹാർഡ് വർക്കിംഗ്, പോസിറ്റീവ് ആൻഡ് വില്ലിംഗ് ടു ലേൺ. ആസ് എ ഫ്രഷർ ഐ എം ഫ്ലെക്സിബിൾ ആൻഡ് റെഡി ടു അഡാപ്റ്റ് ടു ന്യൂ വർക്ക് എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. വെരി സിമ്പിൾ. ഓക്കെ, വെരി സിമ്പിളായിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. ഇതിൽ നിങ്ങളുടെ മെയിൻലി അവർ ചെക്ക് ചെയ്യണത് കോൺഫിഡൻസ് ആണ്. നിങ്ങൾ എത്ര കോൺഫിഡൻ്റ്ലി ആൻസർ ചെയ്യും, ആ ക്വസ്റ്റൻ ആൻസർ ചെയ്യും എന്നാണ് അവർ ചെക്ക് ചെയ്യും. പിന്നെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഐ മേ ബി എ ഫ്രഷർ ബട്ട് ഐ എം ഡെഡിക്കേറ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ്. ഐ വിൽ ഗിവ് മൈ 100% എഫേർട്ട് ആൻഡ് ഗ്രോ അലോങ് വിത്ത് ദി കമ്പനി. അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആൻസർ അങ്ങനെയും കൊടുക്കാം. ഇതിൽ ബേസിക്കലി ടിപ്പ് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ യുവർ സ്ട്രെങ്ത്. വാട്ട് ആർ യുവർ സ്ട്രെങ്ത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ജനറിക് സ്ട്രെങ്ത് പറയരുത്. ആ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുക, ആ ഒരു അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് അതിനെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈ സ്ട്രെങ്ത് ആർ ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ടൈം മാനേജ്മെൻറ്റ് ആൻഡ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഇത് ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ ഐ എം എ ക്വിക്ക് ലേർണർ, ഐ വർക്ക് വെൽ ഇൻ എ ടീം ആൻഡ് ഐ ഓൾവേസ് ട്രൈ ടു ഇംപ്രൂവ് മൈ സെൽഫ്. ഈ ഒരു സ്ട്രെങ്ത് പറയാവുന്നതാണ്. നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ യുവർ വീക്ക്നെസ്. ഇതും ജനറലി ഒരുപാട് ഇൻ്റർവ്യൂസിൽ ഫ്രഷേഴ്സിനോട് സ്പെഷ്യലി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വർക്ക് റിലേറ്റഡ് വീക്ക്നെസ് പറയണമെന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ജനറിക് വീക്ക്നെസ് പറയുക. പക്ഷേ വീക്ക്നെസ് പറയുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തും കൂടി ഒന്നിച്ച് പറയണം. നിങ്ങളത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണു അത് ആ ഒരു പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഐ സംടൈംസ് ഓവർ തിങ്ക് ബട്ട് ഐ എം ലേണിംഗ് ടു മാനേജ് മൈ ടൈം ബെറ്റർ. അപ്പോൾ ഇതൊരു ഓപ്ഷനാണ്. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ഐ ഗെറ്റ് നെർവസ് അറ്റ് ഫസ്റ്റ് ബട്ട് വൺസ് ഐ അണ്ടർസ്റ്റാൻഡ് ദി വർക്ക് ഐ ബിക്കം വെരി കോൺഫിഡൻറ്റ്. ഇതൊരു സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ വീക്ക്നെസ്സും പറയുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളൊരു സൊല്യൂഷനും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീക്ക്നെസ് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ ട്രൈ ചെയ്യണം. നെക്സ്റ്റ് ഇസ് ഡു യു ഹാവ് എനി എക്സ്പീരിയൻസ്. ഫ്രഷേഴ്സിനോട് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്
അവർക്ക് അറിയാം നിങ്ങൾ ഫ്രഷറാണ്, നിങ്ങളുടെ CV കണ്ടിട്ട് തന്നെയാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് ബേസിക്കലി അറിയാം നിങ്ങൾ ഫ്രഷറാണ്. എന്നാലും അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്ന് പറയരുത്, ഐ ഹാവ് നോ എക്സ്പീരിയൻസ് എന്ന് പറയരുത്. നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും പ്രൊജക്ട് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കില്ല് പഠിച്ചിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. ഓക്കെ, അതിനൊരു സാമ്പിൾ ആൻസർ: I don't have full-time work experience, but I have academic project or internship. എന്തെങ്കിലും ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ റിലേറ്റഡ് ടു ദിസ് റോൾ. അപ്പോൾ അത് എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ട് ആ ഒരു സ്കില്ലിനെ പറ്റി ഹൈലൈറ്റ് ചെയ്തിട്ട് സംസാരിക്കുക എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട് ഡു യു നോ അബൌട്ട് അവർ കമ്പനി. ഇതും ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്, സ്പെഷ്യലി ടു ഫ്രഷേഴ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നിങ്ങൾ പെട്ടെന്ന് പോയി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇന്റർവ്യൂ നിങ്ങൾക്ക് അറിയാലോ ഈ ഇന്റർവ്യൂ ഷെഡ്യൂൾഡ് ആണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ആ കമ്പനിയെ പറ്റിയിട്ട് കുറച്ച് പഠിച്ച് വെക്കണം. ബേസിക് നോളജ്, ഡീപ്ലി ഞാൻ പഠിക്കണം എന്നല്ല പറയുന്നത്, അറ്റ്ലീസ്റ്റ് ബേസിക് ആ കമ്പനി എന്തൊക്കെ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ കമ്പനി നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങൾ താമസിക്കുന്ന സ്റ്റേറ്റിൽ എവിടേക്ക് അതിൻ്റെ ബ്രാഞ്ച് ഉണ്ട്, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ: ഐ റിസർച്ച് യുവർ കമ്പനി ആൻഡ് ലേൺ ദാറ്റ് യു ഫോക്കസ് ഓൺ ഏത് സർവീസ് അവിടെ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ഫോക്കസ് ഓൺ HR മാനേജ്മെൻറ്റ്, അങ്ങനെ IT സർവീസസ്, അങ്ങനെ എന്തെങ്കിലും യു ഫോക്കസ് ഓൺ ആ ഒരു സർവീസ് മെൻഷൻ ചെയ്യുക. ആൻഡ് ഹാവ് എ ഗുഡ് റെപ്യൂട്ടേഷൻ ഇൻ ദ ഇൻഡസ്ട്രി. സ്വീറ്റ് ആൻഡ് സിമ്പിൾ ആയിട്ട് വയ്ക്കുക. നിങ്ങൾക്ക് ഓർക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇത് ചെക്ക് ചെയ്യാൻ ഈസിയാണ്. കമ്പനിയുടെ വെബ്സൈറ്റ് പോയി ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ ചെക്ക് ചെയ്യാം. ലിങ്ക്ഡിൻ്റെ പ്രൊഫൈലിൽ അബൌട്ട് സെക്ഷനിൽ കമ്പനിയുടെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കമ്പനിയുടെ ഒരു ബേസിക് ഡീറ്റെയിൽസ് അങ്ങനെ കിട്ടും. നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ: വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years? ഇതും പലപ്പോഴും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ചോദിക്കില്ല, അങ്ങനെ. ഓക്കെ, ഡിപ്പെൻസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആൻസർ പറയുന്നുണ്ടെങ്കിൽ, ഇൻ 5 years ഐ വോണ്ട് ടു ഗ്രോ പ്രൊഫഷണലി, ഗെയിൻ എക്സ്പെർട്ടീസ് ഇൻ മൈ ഫീൽഡ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദി കമ്പനി സക്സസ്. സിമ്പിളായിട്ട് ഇത്ര പറയാം. നിങ്ങൾക്ക് അൺറിയലിസ്റ്റിക് ഗോൾസ് പറയരുത്. എനിക്ക് 5 years കഴിയുമ്പോൾ നിങ്ങളുടെ റോളിലിരിക്കണം, അങ്ങനെയുള്ള ആൻസർ പറയരുത്. അതൊക്കെ ഓവർ കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ എനിക്ക് എൻ്റെ സ്കിൽസ് ഗ്രോ ചെയ്യണം, എനിക്ക് പ്രൊഫഷണലി ഗ്രോ ചെയ്യണം, ഈ ഒരു ഫീൽഡ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന ഫീൽഡിൽ എനിക്ക് കുറച്ച് എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ജനറിക് ആൻസർ, റിയലിസ്റ്റിക് ഗോൾസ് മാത്രം പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ ഫോർ us? ഇത് എല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കാറുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിക്കോട്ടെ, ഫ്രഷർ ആയിക്കോട്ടെ, എല്ലാവരോടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അറ്റ് ദി എൻഡ് ഓഫ് അവർ ഇന്റർവ്യൂ എല്ലാവരും ചോദിക്കും ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ us. അപ്പോൾ ഇല്ല എന്ന് പറയരുത്, ഐ ഹാവ് നോ ക്വസ്റ്റ്യൻ. ഈ മിസ്റ്റേക്ക് ഞാനും ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എനിക്ക് അത്ര ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ ചോദിക്കും, നോ എവറിത്തിങ് ഇസ് ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻഡ് ചെയ്യാണ് ചെയ്യാറുള്ളത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നോ എന്ന് പറയരുത്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഫ്രെയിം ചെയ്യാവുന്ന ഒരു ആൻസർ: യെസ്, ക്യാൻ യു പ്ലീസ് ടെൽ മി അബൌട്ട് ദ ട്രെയിനിങ് പ്രോസസ് ആൻഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേസ് ലൊക്കേഷൻ എന്തായിരിക്കും എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ടൈം എന്തായിരിക്കും എന്ന് ചോദിക്കുക. അങ്ങനെ എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ സാലറി ഒന്നും ചോദിക്കാൻ പോകരുത്. ഇങ്ങനെ എന്തെങ്കിലും ജനറിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം അറ്റ് ദി എൻഡ് ഓഫ് ദി ഇന്റർവ്യൂ. പിന്നെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻസും അങ്ങനെ ചോദിക്കാൻ പോകരുത് കേട്ടോ. ഇന്റർവ്യൂറിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാനും പോകരുത്. നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചോദിക്കാം. ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ഇത് അത്യാവശ്യം ഞാൻ ഷോർട്ട് ആക്കാൻ പറ്റുന്ന അത്ര ഷോർട്ട് ആക്കിയിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നു. കാരണം ലോങ് ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, പിന്നെ എനിക്കും പണിയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കും പണിയാണ് ലോങ് വീഡിയോ ആകുമ്പോൾ. അപ്പോൾ ഞാൻ എത്ര ഷോർട്ട് ആക്കാൻ പറ്റും അത്രയും ഷോർട്ട് ആക്കിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ക്വിക്ക് ടിപ്പ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാതും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, മസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ വെറും 8 or 9 ക്വസ്റ്റ്യൻസ് അല്ലേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു 8 or 9 ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ നോട്ട്സിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ക്വസ്റ്റ്യൻ ഒരു വേർഡ് ഡോക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. ബൈ ഹാർട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ റീഡ് ചെയ്താലും നിങ്ങൾക്ക് അത് സെറ്റ് ആവും. മൈൻഡിൽ ഓർക്കാൻ പറ്റിയ ആൻസർ ഫ്രെയിം ചെയ്യണം. വലിയ കോംപ്ലെക്സ് ആൻസർ ഒന്നും ഫ്രെയിം ചെയ്യാതെ ഓർക്കാൻ പറ്റിയ, ഈസി ആയിട്ട് പറയാൻ പറ്റിയ ആൻസേഴ്സ് വേണം ഫ്രെയിം ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾ ഒരു ഓപ്ഷൻ, ഇപ്പം ഞാൻ ഓരോ ക്വസ്റ്റിൻ്റെയും ഈ 2 ഓപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഓരോ ക്വസ്റ്റിനും ഒരു ആൻസർ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്ന ഒരു ആൻസർ ഫ്രെയിം ചെയ്തിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ട് അത് നോക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ട്രൈ നോക്കുക. ഇത് സ്പെഷ്യലി ഫ്രഷേഴ്സിനോട് ആണ് ഞാൻ പറയുന്നത്. കുറച്ച് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ അത് അത്രയും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഫ്രഷേഴ്സിന് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആകെ പാനിക്കായി പോകും. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത കാര്യം കൂടി നമ്മൾ മറന്നു പോകും കേട്ടോ. അപ്പോൾ അത് കാരണം ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒന്നും കൂടി. ഓക്കെ, ബൈ ബൈ.